ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നാണ് ഹോളി. ആദ്യകാലത്ത് ഉത്തരേന്ത്യയിൽ മാത്രമായിരുന്നു ഹോളി ആഘോഷം. എന്നാൽ ഇന്ന് ഹോളി ഇങ്ങ് കേരളത്തിലും ഏറെ ജനകീയമായി. തിന്മയുടെ മേൽ നന്മ നേടുന്നതിന്റെ സൂചന നൽകിയാണ് ഓരോ വർഷവും ഹോളി ആഘോഷിക്കുന്നത്. ആഹ്ലാദാരവങ്ങളിൽ പരസ്പരം നിറങ്ങൾ വാരിത്തൂകിയാണ് ഹോളി ആഘോഷം. പരസ്പരം നിറം പുരട്ടുമ്പോൾ ശത്രുത അകലുമെന്നാണ് വിശ്വാസം. അതിനാൽ ഈ ആഘോഷത്തെയും പാരമ്പര്യത്തെയും ഹോളി മിലാൻ എന്നും വിളിക്കുന്നുണ്ട്. ഇന്ത്യയുടെ പല ഭാഗത്തും പല ആചാരങ്ങളും ഐതിഹ്യങ്ങളുമാണ് ഹോളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഹിന്ദു പുരാണത്തിലുള്ള പ്രഹ്ലാദന്റെ കഥയാണ് മുഖ്യമായും ഹോളിയുടെ അടിസ്ഥാനം. ഹോളിക എന്ന അസുര സ്ത്രീയിൽ നിന്നുമാണ് ഹോളി എന്ന വാക്കുണ്ടായത്. ഹിരണ്യകശ്യപുവിന്റെ സഹോദരിയായിരുന്നു ഹോളിക. 3 ലോകങ്ങളും കീഴടക്കിയ ഹിരണ്യകശ്യപു ഭഗവാൻ വിഷ്ണുവിനെ വരെ തനിക്ക് കീഴടക്കാമെന്നു അഹങ്കരിച്ചിരുന്നു. ആരും വിഷ്ണുവിനെ ആരാധിക്കരുതെന്നും പകരം 3 ലോകത്തിലുമുള്ള എല്ലാവരും തന്നെ ആരാധിക്കണമെന്നും ഹിരണ്യകശിപു ഉത്തരവിട്ടു. തികഞ്ഞ ഈശ്വര ഭക്തനായിരുന്നു ഹിരണ്യകശിപുവിന്റെ 5 വയസ്സുകാരനായ മകൻ പ്രഹ്ലാദൻ. പ്രഹ്ലാദനെ മാത്രം ഹിരണ്യകശിപുവിനെ ഭയപ്പെടുത്താൻ കഴിഞ്ഞില്ല. അച്ഛന്റെ ആജ്ഞയെ ധിക്കരിച്ച് പ്രഹ്ലാദൻ വിഷ്ണുവിനെ ആരാധിച്ചുകൊണ്ടേയിരുന്നു. ഇതിൽ രോക്ഷാകുലനായ ഹിരണ്യകശിപു പ്രഹ്ലാദനെ വധിക്കാൻ ഉത്തരവിട്ടു. പക്ഷെ ആർക്കും അതിന് സാധിച്ചില്ല. ഇതോടെ ഹിരണ്യകശിപു തന്റെ സഹോദരി ഹോളികയുടെ സഹായം തേടി. ഹോളികയ്ക്ക് അഗ്നിദേവൻ ഒരു വരം നൽകിയിരുന്നു. അഗ്നിദേവൻ സമ്മാനിച്ച വസ്ത്രമണിഞ്ഞാൽ അഗ്നിക്കിരയാകില്ല എന്നായിരുന്നു വരം. ഒറ്റയ്ക്ക് തീയിലിറങ്ങിയാൽ മാത്രമേ വരത്തിന് ശക്തിയുണ്ടാകൂ എന്ന് ഹോളിക അറിഞ്ഞിരുന്നില്ല. പ്രഹ്ലാദനെ കയ്യിലെടുത്തുകൊണ്ട് അഗ്നിയിൽ പ്രവേശിച്ച ഹോളിക അഗ്നിക്കിരയായി. പ്രഹ്ലാദൻ ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തു. വിഷ്ണുവിനോടുള്ള അഭേദ്യമായ ഭക്തിയും മനസ്സിന്റെ നിഷ്കളങ്കതയുമാണ് പ്രഹ്ലാദനെ മരണത്തിൽ നിന്ന് അന്ന് രക്ഷിച്ചത്. തിന്മയുടെ മേൽ നന്മ വിജയിച്ച ദിവസം. ഹോളിയുമായി ബന്ധപ്പെട്ട് ഹോളികയെ കത്തിക്കുന്ന ചടങ്ങുമുണ്ട്. ഇതാണ് ഹോളിക ദഹൻ എന്നറിയപ്പെടുന്നത്. ഹോളിയുടെ തലേന്ന് രാത്രിയാണ് ഈ ചടങ്ങ് നടത്തുന്നത്. ഹോളിക്ക് മറ്റൊരു കഥ കൂടിയുണ്ട്. ശ്രീകൃഷ്ണൻ തന്റെ ഗോപികമാരോട് കളിക്കുന്നതിന്റെ സ്മൃതി കൂടിയാണ് ഹോളി. കുഴലിലൂടെ നിറങ്ങൾ പരസ്പരം ഒഴിച്ച് കൃഷ്ണനും കൂട്ടുകാരും കളിച്ചിരുന്നതായി കഥകൾ പറയുന്നു. ആഹ്ലാദം നിറഞ്ഞ ആ നിമിഷങ്ങളുടെ പുനർരചനയാണ് നിറങ്ങളുടെ നൃത്തമായ ഹോളി ഉത്സവം.